ഹലോ നമസ്കാരം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പ് പൊടിയും മഞ്ഞൾപ്പൊടിയും ഈക്വൽ എമൗണ്ടിലെടുത്ത് കുറച്ച് വെള്ളം ചേർത്ത് ഉപ്പും ആയിട്ട് മിക്സ് ചെയ്ത് വെള്ളം വളരെ സൂക്ഷിച്ചൊഴിക്കുക. കുറച്ച് വീതം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് പുട്ടുകുറ്റിയിൽ തേങ്ങായും ഈ പൊടിയുമായിട്ട് ലെയറായിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അതിനുശേഷം നല്ല പഴം കൂട്ടി തിന്നുന്നവർക്ക് പഴം കൂട്ടി തിന്നാം. എനിക്കിന്ന് നല്ല ഷുഗർ പഴമാണ്, അല്ലെങ്കിൽ സുന്ദരിപ്പഴം. വലിയ മധുരമില്ല, അതുകൊണ്ട് ഷുഗറുകാർക്കും കഴിക്കാമെന്ന് പറയുന്നു. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പഴമാണ്. ഷുഗർ പഴം, സുന്ദരിപ്പഴം, ലേഡീസ് ഫിംഗർ എന്നൊക്കെ പറയും. കാണാൻ വളരെ ഭംഗിയാണ്. എനിക്ക് തോന്നുന്നു ഷുഗറുകാർക്ക് കഴിക്കാൻ പറ്റും, കാരണം അതിന് അധികം മധുരമില്ല. എന്നാൽ തീരെ മധുരമില്ലെന്ന് ചോദിച്ചാൽ മധുരമുണ്ട് താനും. അപ്പം ആർക്കെങ്കിലും ഈ പഴം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൻ്റെ വിത്ത് വാങ്ങി വയ്ക്കുക. പ്രത്യേകിച്ച് ഒത്തിരി വളങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത് കടയിലൊന്നും കൊടുത്താൽ ആരും എടുക്കുകയില്ല, കാരണം എല്ലാവർക്കും ഈ പഴം അത്ര ഇഷ്ടം കാണത്തില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ആവശ്യത്തിന് മധുരമൊക്കെ ഉണ്ട് എനിക്ക് ഉപയോഗിച്ചിട്ട്. അപ്പം ഇതൊരെണ്ണം നമ്മുടെ പറമ്പിൽ വയ്ക്കുക. പഴം ഉണ്ടായി വരട്ടെ, അതിൽ നിന്ന് കായെടുത്ത് നമുക്ക് ഭക്ഷിക്കാമല്ലോ. അപ്പം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു: റാഗി ഗോതമ്പ് പുട്ട് പ്ലസ് ഷുഗർ പഴം, അതിൻ്റെ കൂടെ നല്ല ഒരു കാപ്പിയും. അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. റാഗി ഒത്തിരി നല്ലതാണ്. വെയിറ്റ് കുറയ്ക്കാനും ഷുഗറൊക്കെ നിയന്ത്രിക്കേണ്ടവർക്ക് ഷുഗർ നിയന്ത്രിക്കാനും ഒക്കെ പറ്റിയതാണ് റാഗി. അപ്പോൾ റാഗി കഴുകി ഉണങ്ങി പൊടിച്ചു വെക്കുകയാണെങ്കിൽ ഇതുപോലെ പുട്ടുണ്ടാക്കാം, നമുക്ക് നല്ല ദോശ ഉണ്ടാക്കാം, അടയുണ്ടാക്കാം, കുറുക്കി കഴിക്കാം. അങ്ങനെ പല ഉപയോഗങ്ങളുണ്ട്. വെയിറ്റ് കുറയ്ക്കാൻ ഒത്തിരി നല്ലതാണെന്ന് പറയുന്നു. ഷുഗറുകാർക്ക് ഒരു നേരത്തെ ഭക്ഷണം ഇതാക്കിയാലും നല്ലതാണ്. അപ്പം എൻ്റെ പുട്ട് ഞാനൊന്ന് കഴിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു ലൈക്ക് അടിച്ചേക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ചെയ്യുമല്ലോ അല്ലേ? അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുശാൽ.